അപ്പോൾ 2025 BSc നഴ്സിങ്ങിനും മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഇനിയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 2025 ഓഗസ്റ്റിലാണ്. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ +2 എക്സാം കഴിഞ്ഞു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആയി. പല കോളേജുകളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആയി കഴിഞ്ഞു. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ, നവംബർ എന്നീ 3 മാസത്തിൻ്റെ ഉള്ളിൽ പല കോളേജുകളിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിലവിലിപ്പോൾ നഴ്സിങ്ങിനാണെന്നുണ്ടെങ്കിലും മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആണത്. കാരണം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇനിയും ഈ 2025 ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ട് അഡ്മിഷനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സീറ്റ് മെട്രിക്സിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. സീറ്റ് മെട്രിക്സിനെ കുറിച്ച് പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കേരളം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അതായത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും +2 കഴിയുന്ന കുട്ടികൾ ഉപരിപഠനത്തിലോട്ട് പോകുന്നത് അത്രത്തോളം ഉണ്ട്. കാരണം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിലും +2 കഴിഞ്ഞതിന് ശേഷം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ കേരളത്തിൽ ഒത്തിരി ഉണ്ട്. കാരണം കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രത്തോളം വിദ്യാഭ്യാസം ഗുഡല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളിൽ കൂടുതലും മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ മേഖലയാണ്. അതിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. MBBS ഏറ്റവും കൂടുതൽ റിപ്പീറ്റും റിപ്പീറ്റും +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് മലയാളികളാണ്. MBBS, BDS പോലുള്ള മെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്നത് മലയാളികളാണ്. അപ്പോൾ അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ഉള്ള ഒരു പ്രോഗ്രാമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം നഴ്സുമാരുടെ ഡിമാൻഡ്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, കൊറോണക്ക് മുമ്പ് 2019 അല്ലെങ്കിൽ 18, 17 ആ സമയങ്ങളിലൊന്നും നഴ്സിംഗ് ഇത്രത്തോളം ഡിമാൻഡ് ഇല്ല. കേരളത്തിൽ പല കോളേജുകളിലും നഴ്സിംഗ് സീറ്റുകൾ വാക്കൻ്റ് ആയി കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഏകദേശം 5000-ൽ താഴെ സീറ്റുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ആഫ്റ്റർ കൊറോണ യുഗത്തിലാണ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ അത്രത്തോളം ഫ്ലറിഷ്ഡ് ചെയ്തിട്ടും ഞാനിത് പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്, നഴ്സിംഗ് എന്ന് പറയുന്ന കരിയർ ഓവർ ഹൈപ്പായി മാറിയിട്ടുണ്ടോ എന്ന്. അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ നഴ്സിംഗിലോട്ട് പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള നഴ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. അത് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പെർസെപ്ഷൻ കിട്ടുള്ളൂ. കാരണം കൊറോണയ്ക്ക് ശേഷം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും UK ആണെന്നുണ്ടെങ്കിലും അമേരിക്ക, കാനഡ പോലുള്ള പല രാജ്യങ്ങളിലും നഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ സാലറി ഇപ്പോഴും കിട്ടുന്നത് നഴ്സുമാർക്കാണ്. IT-കാർക്ക് നമ്മുടെ നാട്ടിൽ പിന്നെയും സാലറി ഉണ്ടെന്ന് പറയാം. മെഡിക്കൽ സെക്ടറിൽ നഴ്സുമാർക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സാലറി വളരെ കുറവാണ്. അപ്പോൾ പുറത്തോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും 99% നഴ്സിംഗ് എടുക്കുന്നത്. അപ്പോൾ നഴ്സിംഗ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. കേരളത്തിലാകെ ടോട്ടൽ ഈ ഇത്രയും കുട്ടികൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൽ ടോട്ടൽ 9557 നഴ്സിംഗ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. പിന്നെ വരുന്നത് കൊച്ചിയിലുള്ള അമൃതയിൽ ഒരു 100 സീറ്റ് ഉണ്ട്. എങ്ങനെ നോക്കിയാലും ആവറേജ് ഒരു 10,000 ബിലോ സീറ്റുകൾ മാത്രമേ നഴ്സിംഗിന് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൂ. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇത്രയും സീറ്റില്ല, വളരെ കുറവാണ്. അപ്പോൾ നഴ്സിംഗിനെ കുറിച്ച് പറയുമ്പോൾ ആകെ 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ 10,000-ൽ താഴെ സീറ്റുകളിലോട്ട് മത്സരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഏകദേശം 1,00,000-ഓളം കുട്ടികളാണ്. ഏകദേശം LBS ആപ്ലിക്കേഷൻ പല കുട്ടികളും കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, തേർഡ് അലോട്ട്മെന്റ് വരാൻ പോകുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും നമ്മൾ ആഗ്രഹിച്ച കോളേജുകളിൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് പിന്നെ സ്പോട്ട് അലോട്ട്മെന്റ്സ് നടക്കാറുണ്ട്. അതായത് 10ഉം 13ഉം 14ഉം അലോട്ട്മെന്റ്സ് നടക്കും അവസാനം വരെ. അപ്പോൾ അതിലൊക്കെ സീറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് എന്ന് പറയുന്നത് ഈ 9557 സീറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ളൂ. അത് ഇൻക്ലൂഡിങ് ഗവൺമെന്റ്, പ്രൈവറ്റ്, മാനേജ്മെന്റ് എല്ലാ സീറ്റുകളും കൂട്ടിയിട്ടാണ് ഇത്രയും സീറ്റുകൾ ഉള്ളത്. അപ്പോൾ ഇതുപോലെ LBS ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വർഷം കിട്ടിയില്ല, പല കുട്ടികളും ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ വർഷം നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം, താൽക്കാലികമായിട്ട് ഏതെങ്കിലും കോളേജിൽ
ഏതെങ്കിലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം, വല്ല BA ഇംഗ്ലീഷിനോ ഹിസ്റ്ററിക്കോ പൊളിറ്റിക്സിനോ, അതുപോലെ ഏതെങ്കിലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം, അടുത്ത പ്രാവശ്യം LBSൽ കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ സാധ്യത വളരെ കുറവാണ്. കാരണം നേഴ്സിങ്ങിൻ്റെ ഒരു അവസ്ഥ നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളിലേറെ കോമ്പറ്റീഷൻ ഈ വർഷം കൂടി. നേഴ്സിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി. ഈ വർഷത്തിലേറെ നേഴ്സിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എണ്ണം അടുത്ത വർഷം കൂടാനേ ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഒരുപാട് വർഷം നമുക്കൊരു 90% മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നതിൽ ഒത്തിരി അർത്ഥങ്ങളൊന്നുമില്ല. കാരണം നേഴ്സിങ്ങിന് ഒരു വർഷം നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം ഈ 2025 +2 കഴിഞ്ഞ കുട്ടികൾ 2026 അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വർഷം 2025 ഒരു വർഷം നമ്മൾ വെറുതെ കളയാണ്. ഈ ഒരു വർഷം നമ്മൾ നല്ല കോമ്പറ്റീഷനിലോട്ടാണ് എത്തിക്കുന്നത്. നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം കോമ്പറ്റീഷനിലോട്ടാണ് ഇനി 2026 പഠിക്കാൻ പോകുന്ന കുട്ടികൾ വരാൻ പോകുന്നത്. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എങ്ങനെയെങ്കിലും യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അഡ്മിഷൻ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒരു ജോബ് സീക്കിംഗ് അല്ലെങ്കിൽ ഒരു വേറെ രാജ്യത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുക. ഒരു വർഷം ഡിലേ ആക്കുന്നതും ഡിലേ ആക്കാതെ പെട്ടെന്ന് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ജോലി കിട്ടി അതൊരു പെർമനൻ്റ് ജോലിയാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നല്ല അടിപൊളി നേഴ്സ് ആവാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അടുത്ത ബാച്ചിലോട്ട് നീക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിൽ ആകെ 10,000-ൽ താഴെ സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ LBS വഴി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഓപ്പർച്യൂണിറ്റി, കാരണം ഓപ്പർച്യൂണിറ്റീസ് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര സിമ്പിളാണ്. ഇന്ത്യയിൽ കേട്ടോ ഞാൻ പറയുന്നത്. കേരളത്തിൽ അകത്ത് നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കാരണം കേരളത്തിൽ ആകെ 10,000 സീറ്റും 1,00,000 കുട്ടികളുമാണ് ഇതിലോട്ട് മത്സരിക്കുന്നത്. ഈ 1,00,000 കുട്ടികൾ പല കുട്ടികളും എഞ്ചിനീയറിങ്ങിന് പോകും, പല കുട്ടികളും റിപ്പീറ്റിന് പോകും, പല കുട്ടികളും ജസ്റ്റ് അപ്ലൈ ചെയ്ത കുട്ടികളുണ്ടാവും, പല കുട്ടികളും എന്നാൽ തന്നെ അതിൻ്റെ പകുതിൻ്റെ പകുതി, അതായത് 1,00,000-ൻ്റെ പകുതി 50,000, 50,000-ൻ്റെ പകുതി 25,000 കുട്ടികളെങ്കിലും ഈ 10,000 സീറ്റ് നേഴ്സിംഗ് മാത്രം നോക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് നേഴ്സിംഗിൻ്റെ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 20 മിനിറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ നേഴ്സിങ്ങിന് ഇന്ത്യയിൽ വളരെ ഈസി ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിലാകെ ഇത്ര സീറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചതിക്കുഴികളും ഏറ്റവും കൂടുതൽ കുട്ടികൾ വഞ്ചിക്കപ്പെടുന്നതും കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോഴാണ്. കാരണം പല ആൾക്കാരും അല്ലെങ്കിൽ പല രീതിയിലും കുട്ടികളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പുറത്തോട്ടേക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ പുറത്തോട്ടേക്ക് പോകുന്ന സമയത്ത് വരാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് പുറത്തോട്ടേക്ക് പോകുന്ന സമയത്ത് പല കോളേജുകൾക്കും INC ഉണ്ടാവത്തില്ല, പല കോളേജുകൾക്കും അതാത് സ്റ്റേറ്റുകളുടെ നഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ടാവത്തില്ല, പല കോളേജുകൾക്കും സ്വന്തമായിട്ട് കെട്ടിടം, അതായത് ഒരു കോളേജ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ബിൽഡിങ്ങെങ്കിലും വേണ്ടേ. ബിൽഡിങ് പോലും ഇല്ലാതെ റെന്റഡ് ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവണതയൊക്കെ കേരളത്തിന് പുറത്ത് സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ പിന്നെയും ആ ഒരു എഡ്യൂക്കേഷൻ സംവിധാനത്തിന് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്. കേരളത്തിന് പുറത്ത് നമ്മൾ ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചതിക്കുഴിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ലക്ഷങ്ങൾ നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിലാറുപരി നമ്മൾ പഠിക്കാൻ പോകുന്ന വർഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ INC, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിംഗ്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിച്ചിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഫൈനലി ഒന്നാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഒരു ലോക്കൽ ഒരു റെന്റഡ് ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു നഴ്സിംഗ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ പഠിച്ചിറങ്ങിയ ഒരു നേഴ്സും ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു നേഴ്സും തമ്മിൽ നല്ല മാറ്റമുണ്ട്. എല്ലാവരും പല ആൾക്കാരും നിങ്ങളോട് പറയുന്നത് എന്തായിരിക്കും, എവിടെ പഠിച്ചാലും എന്താ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് സെയിം അല്ലേ എന്നുള്ളതാണ്. അത് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കണ്ടേ? നമുക്ക് എത്രത്തോളം നല്ല അടിപൊളി പ്രാക്ടിക്കൽ കിട്ടുന്നുണ്ടെന്ന് നോക്കണ്ടേ? ഇതിലാറുപരി നമുക്ക് ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമായിട്ടുള്ളൊരു ജോബാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ ആവരുത് ഒരിക്കലും. കാരണം നമ്മൾ പണി പഠിക്കണം, നമ്മളൊരു കെയറിങ് ആണ്, ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിനോട്ടൊക്കെ ഒരു പാഷനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം ആണ് ഇത് പഠിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ പുറത്തോട്ടേക്ക് പോയാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ നഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടേക്ക് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ പോയാലും നമുക്ക് ആ കരിയർ ഹാപ്പിനെസ്സോട് കൂടി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നഴ്സുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ
നിങ്ങൾ കേരളത്തിന് പുറത്തോട്ടേക്ക് നോക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോരോ യൂണിവേഴ്സിറ്റികളും അവരുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾക്ക് ഒരു ഫൈനൽ ഡേറ്റ് കൊടുക്കും അഡ്മിഷൻ എടുക്കാനുള്ളത്. ആ ഡേറ്റിൻ്റെ മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് കേരളത്തിന് പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കർണാടക. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ് കർണാടകത്തിലുള്ള ഈ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് പല കോളേജുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളിൽ നമുക്ക് കേരളത്തിലെ കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതാണ് KEA CET എന്ന് പറയുന്ന എക്സാം. അതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ KCET വഴി ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസകൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ KCET എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. എഴുതാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, അതാത് കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ വരുന്ന സീറ്റുകളുണ്ട്. ഇപ്പോൾ കർണാടകത്തിലുള്ള ഏത് പ്രൈവറ്റ് കോളേജ് ആയിക്കോട്ടെ, ഈ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ മാനേജ്മെൻറ്റ് കോട്ടയിൽ സീറ്റുകളുണ്ട്. ആ മാനേജ്മെൻറ്റ് കോട്ടയിലെ സീറ്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എക്സാം എഴുതി വരുന്ന കുട്ടികൾക്ക് മെറിറ്റ് ഫീസ് ഉണ്ടാവത്തുള്ളൂ. എക്സാം എഴുതാത്ത കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് ഫീസ്, സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് പറയുന്ന ഫീസ് കൊടുത്തിട്ട് അത് ഓരോരോ കോളേജുകളുടെ മാനേജ്മെൻറ്റ് ഓരോന്നായിരിക്കും. അപ്പോൾ ഓരോ കോളേജുകൾക്കും ഓരോരോ ഫീസായിരിക്കും. ആ ഫീസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2025 ഒരു അഡ്മിഷൻ ഈസി ആയിട്ട് ഉറപ്പിച്ചു വെക്കാം. ഇതുപോലെ തന്നെയാണ് തമിഴ്നാടും. ഇതുപോലെ തന്നെ എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എനപ്പോയ യൂണിവേഴ്സിറ്റി, ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, SRM യൂണിവേഴ്സിറ്റി, ഡോക്ടർ രാമചന്ദ്ര മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ചെട്ടിനാട്, ഇതുപോലത്തെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതായത് യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ നഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ ഒക്കെ അംഗീകാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. നഴ്സിംഗും മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും പഠിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു വർഷം ഇതിനായിട്ട് വേസ്റ്റ് ആക്കരുത്. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരു വർഷം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. MBBS BDS പോലെ അത്രത്തോളം എന്തില്ല, ഡിമാൻഡും അത്രത്തോളം ഇതും ഇല്ലാത്തൊരു കോഴ്സ്. അതായത് സീറ്റ് അവൈലബിലിറ്റി നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇനി നഴ്സിംഗിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ഒരു ഭയങ്കര വലിയ ചോദ്യമാണ്. കാരണം പണ്ട് എഞ്ചിനീയർമാർ അത്രത്തോളം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് എഞ്ചിനീയേഴ്സ് പഠിച്ചിറങ്ങിയത്. ഇപ്പോൾ എഞ്ചിനീയർമാരുടെ അവസ്ഥ എന്താ? അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ മലയാളികളെ നഴ്സിംഗ് സെലക്ട് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടായിട്ടും ഇല്ലാഞ്ഞിട്ടും നഴ്സിംഗിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പുറത്തോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ നഴ്സിംഗ് പഠിക്കരുത്. നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അത് നിർബന്ധമായിട്ടും കാണുക. കാരണം ഇത് അങ്ങനത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് അഡ്മിഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് നഴ്സിംഗിന് ഒരു സീറ്റ് ഉറപ്പിച്ച് വെക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് 100% പ്രോപ്പറായിട്ടുള്ള നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും ഞങ്ങൾക്ക് 100% നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്തായാലും ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് നഴ്സിംഗിന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളെ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിന് വേണ്ട ഗൈഡൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നല്ല നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ മേടിക്കാൻ നോക്കുക. ഇപ്പോൾ കേരളത്തിലേറെ ടോപ്പ് നഴ്സിംഗ് കോളേജസ് പുറത്തുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മംഗലാപുരം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എനപ്പോയ മെഡിക്കൽ കോളേജ്, ശ്രീനിവാസ് മെഡിക്കൽ കോളേജ്, കണച്ചൂർ മെഡിക്കൽ കോളേജ്, കസ്തൂർബ മെഡിക്കൽ കോളേജ്, ഇതുപോലെ ഒരുപാട് നല്ല അടിപൊളി നിറ്റെ മെഡിക്കൽ കോളേജ്, AJ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരുപാട് നല്ല നഴ്സിംഗ് മെഡിക്കൽ കോളേജുകളുടെ അണ്ടർ തന്നെ നഴ്സിംഗ് പഠിക്കാൻ പറ്റും. മൈസൂർ ആണെങ്കിൽ JSS മെഡിക്കൽ കോളേജ് ഉണ്ട്. ബാംഗ്ലൂർ ഏരിയയിലോട്ട് നോക്കുകയാണെങ്കിൽ സെൻറ്റ് ജോൺസ്, സെൻറ്റ് മാർത്താസ്, സെൻറ്റ് ഫിലോമിനാസ്, അല്ലെങ്കിൽ നാരായണദ്രാലയ ഹോസ്പിറ്റൽ, രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, ഇതുപോലെ അടിപൊളി മെഡിക്കൽ കോളേജസ്. ബാംഗ്ലൂരും ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. തമിഴ്നാട് നോക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ ഏരിയയിൽ KMCH മെഡിക്കൽ കോളേജ്, ചെന്നൈയിലോട്ട് നോക്കുകയാണെങ്കിൽ ചെട്ടിനാട്, രാമചന്ദ്ര, അപ്പോളോ പോലുള്ള SRM യൂണിവേഴ്സിറ്റി ടോപ്പാണ്. ഇതുപോലെ ഒരുപാട് ടോപ്പ് നഴ്സിംഗ് കോളേജസ് കേരളത്തിന് പുറത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൽ കിട്ടുന്ന കുട്ടികൾ മാക്സിമം കേരളത്തിൽ നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു വർഷം വേസ്റ്റ് ആക്കാതെ നഴ്സിംഗോ അല്ലെങ്കിൽ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളോ 100% സെക്യൂർ ആയിട്ട് പുറത്തോട്ടേക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.